എന്തു പറ്റിടാ? അവളത് പോയിടാ. എന്ത് പൈസ പോയാ? എല്ലാം പോയി. കുടുതുണിക്ക് മറുതുണിയില്ലാതെ തേരാപ്പാര നടക്കുകയാണ്. തീന്നൊക്കെ എടുക്കുന്ന മനസാക്ഷി സമ്മതിക്കണേ. എത്ര ഹാർഡ് വർക്ക് കിട്ടിയതാണ്. ഞാന് അത് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ഞാൻ എന്റെ ബ്രായ്ക്കകത്താണ് ഇത്രയും ദിവസം കൊണ്ട് നടന്നത്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അപ്പൊ ഞാൻ കുളിക്കാൻ പോയപ്പോ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഓടി വരാം. കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി നോക്കുമ്പോ സാധനമില്ല. അങ്ങനെ തന്നെ വേണം ടീച്ചർക്ക്, അങ്ങനെ തന്നെ വേണം. എത്ര പണിയെടുത്തിട്ടാണ് ആ നക്കാപ്പിച്ച പൈസ കിട്ടിയെന്നറിയോ? എത്ര പണിയെടുത്തിട്ട്. ഞാൻ എന്റെ ഹൗസ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ബാത്റൂം ക്ലീൻ ചെയ്തപ്പോ വാഷിംഗ് മെഷീന്റെ മേലെന്ന് കിട്ടിയതാണ്. അത് സെറീനയുടെ ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം റിനീഷയോടാണ് പറഞ്ഞത് എന്റെ പൈസ മൊത്തം പോയി. അപ്പോൾ റിനീഷ പറഞ്ഞു മൊത്തം പോയാ? ഓക്കെ. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. എന്നെ നീ വെറും ഒരു അന്യനായിട്ടാണ് കാണുന്നെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം അവസാനിപ്പിക്കാം. മറ്റുള്ള കാര്യങ്ങൾക്ക് ഇത്രയും റൂളും പോയിന്റിന് നോക്കുന്ന ആൾക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താണ് അത്? നീ കേട്ട ഒരു കേൾവി എന്നെ ചെറുപ്പടിച്ചമാരക്കടാ. മാത്രല്ല ഞാനത് മോഷ്ടിച്ചല്ല, എനിക്ക് വാഷിംഗ് മെഷീന്റെ മേലെ കിട്ടിയതാ. നീ ഒരു അക്ഷരം ഉണ്ടടാ. ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിന്നെ തല്ലും. അല്ല, അത്ര സത്യസന്ധതയുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്താ പറയാഞ്ഞത്? ഇതുവരെ ആരും അറിഞ്ഞില്ലല്ലോ. എല്ലാം കൂടെ എന്നെ കൊല്ലേ. എത്രയോ സമയം കൊണ്ട് പറയുന്നു. ആ സമയത്ത് മാനേജർ ഇല്ല. മാനേജർ അവിടെ പോയി. മാനേജർ ഇവിടെ നാട് വിട്ടു. വന്നപ്പോ ഞാൻ ഇവളോട് പറഞ്ഞു അടാ എന്റെ പൈസ ഫുള്ള് പോയി. അപ്പോഴെങ്കിലും അവൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ അത് തീർന്നേനെ. പോകുന്നെങ്കിൽ ഒരുമിച്ച് ഞാനും മാരാനും തോളി കയറ്റി പോകും. ഇവിടെ ഒരു ടാസ്ക് നടക്കൂല, ഒരു കുന്തം നടക്കൂല. ഞാൻ അലമ്പാക്കും. ഐ വിൽ ഡു ദാറ്റ്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ടാസ്ക് നടക്കത്തില്ല. ഞാൻ നടത്താൻ സമ്മതിക്കത്തില്ല. ആഞ്ജനേയ സ്വാമി. ഈ ക്യാമറ വേണ്ടേ? ക്യാമറ കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചെലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. പരമാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറ് നിനക്ക് വേണം. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശാന്റെ തല കയറി. റോബിൻ, കൺഫെഷൻ റൂമിലേക്ക് വരിക. പണി വരുന്നുണ്ടവറാച്ച. ഈ പ്രോഗ്രാം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് ചെയ്ത പ്രവൃത്തികൾ കാരണം ഇപ്പോൾ തന്നെ നിങ്ങളെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നീക്കം ചെയ്യുകയാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള അടിച്ചു പൊടിക്കാം, മണിവെല്ലോടെ അടിച്ചു പൊടിക്കാം.